ഹലോ, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുകയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ക്രിസ്മസ് ഒക്കെ അടുത്തടുത്ത് വരികയാണ്. ക്രിസ്മസ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെയൊക്കെ മനസ്സിലേക്ക് വരുന്നത് പ്ലം കേക്കാണ്. നല്ല റമ്മിൽ ഫീഡ് ചെയ്ത പ്ലം കേക്കും വൈനും ഒക്കെ ഇല്ലാതെ എന്ത് ക്രിസ്മസ് അല്ലേ? അപ്പോൾ ഇന്ന് ക്രിസ്മസിൻ്റെ തീമിൽ മിക്കവരുടെയും ഫേവറേറ്റായ ബക്കാഡി വൈറ്റ് റമ്മിൽ സോക്ക് ചെയ്ത ഒരു ക്രീം കേക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യണേന്ന് നോക്കാം. അപ്പോൾ ഇന്ന് ഞാനൊരു ഗോവ ഫ്ലേവറിലുള്ള കേക്കാണ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാ ഇതും ഞാൻ ഗോവയുടെ ഫ്ലേവറിലുള്ള ജ്യൂസും റമ്മും ബക്കാഡിയും ഞാൻ ഗോവ ഫ്ലേവറിലുള്ളതാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഞാനിതിന് വേണ്ടിയിട്ട് 1 കപ്പ് സിറപ്പ് റെഡിയാക്കി. അതെങ്ങനെയാണെന്ന് വെച്ചാൽ 3/4 കപ്പ് ജ്യൂസും എടുത്തു. പിന്നെ അതിലേക്ക് 1/4 കപ്പ് ബക്കാഡിയുടെ റമ്മും ഒഴിച്ചൊന്ന് മിക്സ് ചെയ്യണം. ഇങ്ങനെ ജ്യൂസിൻ്റെ കൂടെ റമ്മ് ഒഴിച്ചു കൊടുക്കുമ്പോൾ ഒട്ടും തന്നെ റമ്മിൻ്റെ കുത്തലൊന്നും ഉണ്ടാവില്ല. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒഴിച്ചു കൊടുത്തത്. അപ്പോൾ ഇതൊന്ന് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു. അപ്പോൾ ഇത്രയും റമ്മ് ഞാൻ 1 kg കേക്കിലേക്കാണ് എടുത്തത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും അയ്യോ റമ്മ് യൂസ് ചെയ്താൽ എങ്ങനെയാണെന്നൊക്കെ. പക്ഷെ ഒരു കുഴപ്പമില്ല. ഇത് ജസ്റ്റ് ആ ഫ്ലേവർ മാത്രമേ ഉള്ളൂ. ഇത് കഴിച്ചാൽ ആരും പൂസാവൊന്നുമില്ല, അത് ഉറപ്പാണ്. അപ്പോൾ അത് ഇളക്കാൻ വേണ്ടിയിട്ടുള്ള സൗകര്യത്തിന് ഞാനൊരു വലിയ ബൗളിലേക്ക് അത് ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അതൊന്നും സൈഡിലേക്ക് മാറ്റി വെച്ചു. പിന്നെ ഇതിൻ്റെ ഫില്ലിങ്ങായിട്ട് ഞാൻ കൊടുത്തത് ഗുവാവയുടെ ജാമാണ്. അപ്പോൾ ജാം ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിയതായിരുന്നു. ഇതാണ് ബോട്ടിൽ. പിന്നെ ഇത് നല്ല ടൈറ്റായ കാരണം കുറച്ച് ലൂസാക്കി എടുത്തു. അപ്പോൾ ലൂസാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ സ്പൂൺ കൊണ്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താലൊന്നും ജാം ലൂസായി കിട്ടാത്ത കാരണം കുറച്ച് ജ്യൂസ് ഒഴിച്ചു. ഒരു 2-2.5 ടീസ്പൂൺ ജ്യൂസ് ഒഴിച്ച് കൊടുത്തു. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തു. അപ്പോൾ പെട്ടെന്ന് ആക്കണമെങ്കിൽ മിക്സിയിലാക്കായിരുന്നു. പക്ഷെ ഞാൻ സ്പൂൺ വെച്ചിട്ട് തന്നെ മിക്സിയിലൊന്ന് ഗ്രൈൻഡ് ചെയ്ത് കൊടുത്താൽ മതി ഇത്തിരി ജ്യൂസ് ഒഴിച്ചിട്ട്. പക്ഷെ ഞാൻ കൈ കൊണ്ട് തന്നെ നന്നായിട്ട് പ്രസ് ചെയ്ത് മിക്സ് ചെയ്തെടുത്തു. എന്നിട്ട് അതും സൈഡിലേക്ക് മാറ്റി വെച്ചു. അതിന് ശേഷം ഒരു കേക്ക് ബോർഡ് വെച്ചിട്ട് ഞാൻ കേക്ക് ലെയർ ചെയ്യാൻ തുടങ്ങി. ഫസ്റ്റ് ലെയർ വെച്ചതിൻ്റെ വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായിപ്പോയി. അപ്പോൾ ഞാനിവിടെ ബട്ടർ ക്രീമാണ്, വാനില ബട്ടർ ക്രീമാണ് കേക്ക് ലെയർ ചെയ്യാൻ യൂസ് ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് ബട്ടർ ക്രീം തന്നെ യൂസ് ചെയ്യണമെന്നൊന്നുമില്ല, നോൺ ഡയറി വിപ്പിംഗ് ക്രീം ആയാലും യൂസ് ചെയ്യാം. പിന്നെ സ്പഞ്ച് ഡാർക്ക് സ്പഞ്ചായിരുന്നു. ഞാനതിങ്ങനെ ചെയ്തതെന്ന് വെച്ചാൽ ഒരു 1/2 kg വെച്ചിട്ട് 2 5 ഇഞ്ചിൻ്റെ പാനിലാണ് ഇത് ബേക്ക് ചെയ്തെടുത്തത്. എന്നിട്ട് അതൊരു 3 ലെയറായിട്ട് കട്ട് ചെയ്തെടുത്തു. അപ്പോൾ ടോട്ടൽ കേക്കിന് 6 ലെയർ കിട്ടി. ഈ ചെറിയ കേക്കായ കാരണം നല്ല പാടായിരുന്നു അത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഒരു സ്റ്റിക്ക് ഇറക്കി കൊടുത്തു. 2 സ്ക്യൂവർ ഇറക്കി കൊടുത്തു. പിന്നെ ഈ കേക്കിൻ്റെ എല്ലാ ഫ്ലേവേഴ്സും ഗുവാവ ആയ കാരണം റമ്മിൻ്റെ കുത്തലൊട്ടും കിട്ടിയില്ല. പിന്നെ റം കേക്ക് വേറെ ഫ്ലേവേഴ്സും വെച്ച് ചെയ്യാം കേട്ടോ. ചെറി, ഓറഞ്ചൊക്കെ വെച്ച് ചെയ്യാം. ചെറിയൊക്കെ ആണെങ്കിൽ ചെറി സിറപ്പിൽ ഡാർക്ക് റമ്മ് മിക്സ് ചെയ്യുക. ഇതുപോലെ തന്നെ അളവിലെടുത്തിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് സ്പഞ്ച് സോക്ക് ചെയ്തിട്ട് ഫില്ലിങ്ങിൽ കുറച്ച് ചെറി കൊടുത്താൽ മതി. ചോപ്ഡ് ചെറീസ് ഫില്ലിങ്ങിൽ വെച്ചിട്ട് കൊടുത്താൽ മതി. ചിലവർക്ക് ബട്ടർ ക്രീമിൻ്റെ ടേസ്റ്റ് ഇഷ്ടാവില്ല. അപ്പോൾ അവർക്ക് നോൺ ഡയറി വിപ്പിംഗ് ക്രീമിൽ ചെയ്യാം. നമ്മൾ കേക്ക്സിനൊക്കെ യൂസ് ചെയ്യുന്ന നോർമൽ വിപ്പിംഗ് ക്രീം. അപ്പോൾ ഈ കേക്ക് ഞാൻ ഉള്ളിൽ ബട്ടർ ക്രീമും കൊടുത്തു. പുറത്ത് ഫൈനൽ കോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ വിപ്പിംഗ് ക്രീമാണ് കൊടുത്തത്. വിപ്പിംഗ് ക്രീം കൊടുത്ത് ഫൈനൽ കോട്ട് ചെയ്ത ശേഷം ഒരു അരമണിക്കൂർ ഞാനത് ഫ്രീസറിൽ വെച്ചിട്ട് സെറ്റ് ചെയ്തെടുത്തു. എന്നിട്ട് കേക്ക് എടുത്തിട്ട് ഡിസൈൻ ചെയ്യാൻ തുടങ്ങി. ഫസ്റ്റ് തന്നെ ഞാൻ ചെയ്തത് ഒരു റെഡ് സാറ്റിൻ റിബൺ എടുത്തു. എന്നിട്ട് കേക്കിൻ്റെ താഴെയായിട്ട് ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് കേക്ക് പതുക്കെ ഒന്ന് റൊട്ടേറ്റ് ചെയ്തെടുത്തു. എന്നിട്ട് ഫുള്ള് കേക്ക് ആ റിബൺ വെച്ചിട്ട് കവർ ചെയ്തെടുത്തു. എന്നിട്ട് ബാലൻസ് ഇത് വന്നത് കട്ട് ചെയ്ത് മാറ്റി. ഇനി കേക്കിൻ്റെ മേലെ ഞാൻ കുറച്ച് ഹോളിബെറീസും ലീവ്സും വെച്ചെടുക്കുന്നുണ്ട്. ഹോളിബെറീസും ലീവ്സും ക്രിസ്മസിൻ്റെ സിമ്പിളായിട്ട് പറയാറുണ്ട്. ഇതിൻ്റെ മീനിങ് എന്താണെന്ന് വെച്ചാൽ ഈ ഹോളി ലീവ്സിൽ മുള്ളുകളുണ്ട്. അപ്പോൾ ആ മുള്ളുകൾ യേശുവിൻ്റെ മുൾക്കിരീടമായിട്ടും പിന്നെ ബെറീസ്, റെഡ് ബെറീസ് മുൾക്കിരീടം വെച്ചപ്പോൾ ആ പൊടിഞ്ഞ ബ്ലഡായിട്ടാണ് സങ്കല്പം. എനിക്ക് ഇത്രേ അറിയുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് അറിയാമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് എനിക്കും കൂടി ഒന്ന് ഷെയർ ചെയ്യണേ. കമൻറ്റ് ബോക്സിൽ പോയിട്ടൊന്ന് കമൻറ്റ് ചെയ്തിട്ട് എനിക്കും കൂടി ഒന്ന് ഷെയർ ചെയ്യണേ. ഫസ്റ്റ് ഞാൻ ലീവ്സ് വെക്കണ പൊസിഷൻ ഒന്ന് മാർക്ക് ചെയ്തു. അതിന് ശേഷമാണ് വെച്ചത്. അടുത്തതായിട്ട് ഞാൻ വെച്ച് കൊടുത്തത് എക്സ്മസ് ട്രീ കേക്കിൻ്റെ ലെങ്ത്തിൽ തന്നെ കട്ട് ചെയ്തിട്ട്
സൈഡിൽ ഇതുപോലെ ഒട്ടിച്ചു കൊടുത്തു. അപ്പോൾ ഞാൻ 4 ക്രിസ്മസ് ട്രീ എടുത്തിട്ടുണ്ടായിരുന്നു. അത് കുറച്ച് ഗ്യാപ്പ് വിട്ട് ഞാൻ ഇതുപോലെ ഒട്ടിച്ചു കൊടുത്തു. പിന്നെ ഇതും ഞാൻ ഫോണ്ടൻറ്റിലാണ് ചെയ്തത്. ഫോണ്ടൻ്റ് അല്ല, ഗം പേസ്റ്റ്. ഇതുപോലത്തെ ടോപ്പേഴ്സും സൈഡിൽ കേക്കിൻ്റെ സൈഡിൽ ഫിഗേഴ്സൊക്കെ ഒട്ടിക്കാൻ ഏറ്റവും നല്ലത് ഗം പേസ്റ്റാണ്. ഈ സ്വെറ്റിങ് ഉണ്ടാവില്ല. ഫോണ്ടൻ്റ് ആണെങ്കിൽ നമ്മുടെ ക്ലൈമറ്റിൽ ഹാൻഡിൽ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് കുറേ ടൈലോസൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഹാർഡൻ ആക്കണം, എന്നാലാണ് നമുക്ക് പുറത്തൊക്കെ വയ്ക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ അത് മെൽറ്റായി പോവും, പിന്നെ ഹാൻഡിൽ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഗം പേസ്റ്റ് ആണെങ്കിൽ അതൊന്നും പ്രശ്നം വരില്ല. ഫോണ്ടൻ്റ് ആണെങ്കിലും അത് ടൈലോസ് ഇട്ടിട്ട് നന്നായിട്ട് ഹാർഡൻ ചെയ്തിട്ട് ഫിഗർ ചെയ്ത് വെച്ചാലും നമ്മൾ എയർ ടൈറ്റ് കണ്ടെയ്നറിലാക്കിയിട്ട് വയ്ക്കണം. അപ്പോൾ ഗം പേസ്റ്റ് ആണെങ്കിൽ അങ്ങനത്തെ സ്വെറ്റിംഗ് പ്രോബ്ലം ഒന്നും ഉണ്ടാവില്ല. ഇനി കേക്കിൻ്റെ മേലേക്ക് സാൻഡയുടെ ടോപ്പറും കൂടിയും വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ സാൻഡയുടെ ടോപ്പർ നമ്മുടെ ചാനലിൽ മുമ്പ് വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ അതിൻ്റെ മേക്കിംഗ് കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് പോയി ചെക്ക് ചെയ്താൽ മതി. ഇനി എക്സ്മസ് ട്രീ ഒന്ന് ഡെക്കറേറ്റ് ചെയ്തു, ഒന്ന് കുറച്ചും കൂടിയും കളർഫുള്ളാക്കി കുറച്ച് ഗോൾഡൻ ബീഡ്സും ബോൾസൊക്കെ എടുത്തിട്ട് അവിടെ ഇവിടെ ആയിട്ട് ട്രീയുടെ മേലെ ഒട്ടിച്ചു കൊടുത്തു. എല്ലാ ട്രീസിലും ഇതുപോലെ തന്നെ ബീഡ്സും ബോൾസും വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്തു. ഇനി കേക്കിൻ്റെ ടോപ്പിൽ കുറച്ച് ആർട്ടിഫിഷ്യൽ ട്രീസ് അവിടെ ഇവിടെ ആയിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം കുറച്ച് ചോക്ലേറ്റ് ബോൾസും വെച്ച് കൊടുത്തു. അപ്പോൾ റമ്മിൽ ചെയ്ത നമ്മുടെ ക്രിസ്മസിൻ്റെ തീമിലുള്ള കേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എല്ലാവർക്കും മെറി ക്രിസ്മസ്. എല്ലാവരും അടിച്ചു പൊളിച്ച് ക്രിസ്മസ് ആഘോഷിക്കുക. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യാം. താങ്ക്